എന്തിട്ട് പരിപാടി മക്കളെ, അങ്ങനെ കാലത്ത് തന്നെ കിച്ചു വന്നിട്ട് പറഞ്ഞു നമുക്കൊരു റൈഡ് പോകാമെന്ന് വന്നു. അപ്പോൾ ഞാൻ ഓക്കെ, എന്തായാലും തീറ്റിങ് ഉറക്കം മാത്രമല്ലേ ഉള്ളൂ, റൈഡാവാം. പിന്നെ പോകുമ്പോൾ കഴിഞ്ഞാൽ റോഡിൽ റെയിൽവേ ട്രാക്ക് കണ്ട് പറഞ്ഞു ഇവിടെ ഒരു ടോയ് ട്രെയിൻ കിടന്ന് കളിക്കുന്നുണ്ട്, ഡീസലും കൽക്കരിയൊക്കെ ഉള്ള വെറൈറ്റി സാധനമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കി കുറേ നേരം ഒന്നും നടന്നില്ല. അങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി, ഫുള്ള് ഫോഗൊക്കെ തുടങ്ങി, ജാതി രസമാണ്. അങ്ങനെ ഒരു കടയിൽ കയറിപ്പോയി ഈ ടോയ് ട്രെയിനിൻ്റെ മിനി വേർഷൻ കണ്ടപ്പോൾ എനിക്കിത് കാണണമെന്നായി. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇത് നോക്കിയിട്ട് കുറേ നേരം പൊട്ടം കളിച്ചിരുന്നു. അങ്ങനെ കാണണമെന്നില്ല. അങ്ങനെ ഏറ്റവും സാധനം ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് കണ്ടപ്പോൾ നേരെ അവിടേക്ക് പോയി കയറി. ഇതിൻ്റെ മുകളിൽ കയറി പെട്ടുന്ന ഇതിൻ്റെ മുകളിൽ ആകെ വഴുക്കില്ല, കെട്ടി പറഞ്ഞ് വീഴാണ്ടിരുന്ന് വൈകിയുണ്ട്. ആളഞ്ഞ് കയറിയില്ല, ബുദ്ധിയോടൊന്നും. അങ്ങനെ അതിൻ്റെ മുകളിൽ ഒരു 50 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വ്യൂ പോയിന്റ് നിന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പ്ലാൻ വെറുതെ വട്ടത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് മണ്ടനായി അവിടെ. അങ്ങനെ നോക്കുമ്പോൾ ഫോഗൊക്കെ ഫുള്ള് നിറഞ്ഞു, ആകെ ജാതി വൈബായിട്ട് ഇത്ര നാളെ ചൂട്ടത്തോട് നടന്നിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ ആകെ കണ്ട് ഉള്ളിൽ നിന്ന് മറ്റേ സാധനമായിട്ട് വന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അത് കാണാൻ വിചാരിച്ചു. കറക്റ്റ് ടൈമിലെ സാധനം കാണാൻ പറ്റി. പക്ഷേ കൽക്കരിയിലെ ഡീസലാണെന്നു, ഇതാകുമ്പോൾ പറഞ്ഞാൽ പുക വരൽ കുറവ്, മറ്റേ നിറച്ച് പുക വരൽ കാണാൻ പറ്റും. അങ്ങനെ കിട്ടിയത് കണ്ട് തൃപ്തിപ്പെട്ടിട്ട് നേരെ അവിടെ നിന്ന് വിടാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, അവിടെ ഒരു സിക്കിം മാർക്കറ്റ് ഉണ്ട്, അതെന്ന് പറഞ്ഞൊരു മാളിൻ്റെ ഉള്ളിൽ നടക്കണം. അവിടെ പോയി നാടനൊക്കെ കിട്ടും. അങ്ങനെ ആദ്യം തന്നെ ഒരെണ്ണം അടിച്ചിട്ട് നോക്കാം, എന്തായാലും ഓപ്പണായിട്ട് കൊടുക്കണതല്ലേ. അങ്ങനെ അത് പോയിട്ട് ഒരെണ്ണം അടിച്ചു. അടിച്ചത് ഓർമ്മയുള്ള മക്കളെ, ചെപ്പേ മൂളി, എന്തൊരു സാധനം എന്നാ പറയുക, അടിച്ചത് ഓർമ്മയുള്ള കണ്ണിൽ നിന്നൊക്കെ മറ്റേ സാധനം മൂലി. അതേപോലെ അങ്ങനെ നോക്കുമ്പോൾ സിക്കിം ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഫുഡുകളുണ്ട്, ബീഫ്, ചിക്കൻ, മട്ടൻ, എല്ലാ സാധനങ്ങളും ഇവിടെ ഓപ്പണാണ്. ഇവിടെ ബീഫ് വരെ ഓപ്പണായിട്ട് കൊടുക്കണം അന്നത്തെ ദിവസം, ഞായറാഴ്ച മാത്രം ഉണ്ടാവുള്ളൂ കേട്ടത്. അങ്ങനെ ആദ്യം ഒരു സൈഡിൽ നിന്ന് കണ്ട് മെല്ലെ അല്ലാന്ന് നോക്കിക്കാൻ ഇതിൻ്റെ പേര് കേട്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം. അങ്ങനെ ആളെ വന്നപ്പോൾ ആൾക്ക് സെപ്പറേറ്റ് ആണ്, ആളെല്ലാവർക്കും അറിയുക. അങ്ങനെ ആളോട് സെപ്പറേറ്റ് ആദ്യം എന്താ വേണ്ടത്. അങ്ങനെ ആളെന്ന് വെച്ചാൽ ഡെയിലി വരുന്ന പോലെയാണ് ആളെ അവിടെ ട്രീറ്റ് ചെയ്യണേ. അങ്ങനെ ആളെന്തൊരു സാധനം പറഞ്ഞു, അങ്ങനെ പേരൊന്നും അറിയില്ല കേട്ടോ, ഒരു മരി വായ കൊള്ളത്തെ പേരുള്ളണമൊക്കെ. അങ്ങനെ ആദ്യം ഒരെണ്ണം പറഞ്ഞു, രണ്ടാൾക്കും പറയണ്ട പറഞ്ഞു, ഓരോന്ന് ഷെയർ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞു, ചിക്കൻ പറഞ്ഞു, ബട്ടൺ പറഞ്ഞു, പോർക്ക് പറഞ്ഞു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അപ്പുറ സൈഡിൽ വേറെ പോർക്കിൻ്റെ കളി മാത്രമാട്ടോ അവിടെ. അങ്ങനെ ആകെ ചടച്ചു, ഏതാ കഴിക്കണമെന്ന് അറിയില്ല. അപ്പോൾ അപ്പുറത്തെ കടയിൽ ഒരു ഓരോന്നും കൂടി അടിക്കാൻ പറഞ്ഞു. എന്നാൽ ശരി, എന്താ ചെയ്യുക. അങ്ങനെ ഓരോന്നും കൂടി അടിച്ചിട്ട് നിൽക്കണ നേരത്ത് എന്തോ ഈ സാധനം നേരത്തെ അടിച്ചതിനേക്കാളും സീനാന്ന് തോന്നി. പക്ഷേ അടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അടിച്ചതിൻ്റെ അത്രയ്ക്കില്ല, പക്ഷേ മറ്റേ ചെവിട്ടി കൂടി കേട്ടോ പൊന്നിച്ച് പോയത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ കടയിൽ പോയിട്ട് ഓരോന്നും കൂടി അടിക്കാൻ വിചാരിച്ചു. എന്തായാലും തുടങ്ങിയതല്ല, ഇനിയിപ്പോൾ നിർത്തണ്ട, എങ്ങനെയാലും ഇപ്പോൾ എന്തായാലും എന്താ പറയും, ഇപ്പോൾ ചെപ്പം മുളിയിട്ട് പറയാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോയി മക്കളെ. അയ്യോ, പിന്നെ അവിടുന്ന് എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഫുഡിൻ്റെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ 5 കളി എന്ന് പറയില്ലേ, ആ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു തന്നുണ്ട്. ചിക്കുറോയാ പറയണ്ട കേട്ടാ, വാങ്ങിക്കാണ്ടിരിക്കണില്ല, ഫുള്ള് വാങ്ങുക, ഫുള്ള് തീറ്റയുടെ 5 കളി, മധുരമുള്ളതും എരിവുള്ളതും ചിക്കനും മട്ടനും ഒക്കെ. അയ്യോ, എൻ്റെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നമുക്കറിയുള്ളൂ മക്കളെ.